ലോകത്തിന്റെ വിവിധ കോണുകളിൽ നിന്ന് സമ്മർദ്ദമുണ്ടായിട്ടും ഇസ്രയേലിൽ ഒരു വിഭാഗം ജൂതർ തന്നെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ രംഗത്ത് വന്നിട്ടും യാതൊരു കുലുക്കവുമില്ലാതിരുന്ന നെതന്യാഹുവിന്റെ ആണിക്കൽ ഇളക്കിയിരിക്കുകയാണ് ഇപ്പോൾ ഹൂതികൾ. വിമാനത്താവളം ഉൾപ്പെടെ വിവിധ മേഖലയിൽ വൻ റോക്കറ്റ് ആക്രമണം നടത്തിയിരിക്കുകയാണ് ഹൂതി പോരാളികൾ. ടെല്ലവീവിനടുത്തുള്ള ഇസ്രയേലി സൈനിക കേന്ദ്രങ്ങളിൽ ഡ്രോൺ ആക്രമണവും ചെങ്കടലിൽ US യുദ്ധക്കപ്പലുകൾക്ക് നേരെ വലിയ ആക്രമണവും നടത്തിയതായി ഹൂതികൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്. നാശനഷ്ടങ്ങൾ സംബന്ധിച്ചുള്ള കണക്കുകൾ പുറത്തു വരുന്നതേയുള്ളൂ. യമനിൽ ഹൂതികളെ ലക്ഷ്യമിട്ട് അമേരിക്ക വ്യോമാക്രമണങ്ങൾ തുടരുന്നതിനിടെയാണ് ഹൂതികൾ ഇസ്രായേലിനെതിരെ തിരിച്ചടിച്ചിരിക്കുന്നത്. നേരത്തെ യമന്റെ എണ്ണ ശുദ്ധീകരണശാലകൾ, വിമാനത്താവളങ്ങൾ, മിസൈൽ കേന്ദ്രങ്ങൾ എന്നിവ അമേരിക്കൻ വ്യോമസേന ആക്രമിച്ചിരുന്നു. ചെങ്കടലിലെ വ്യാപാര കപ്പലുകൾക്ക് നേരെയുള്ള ഹൂതികളുടെ ആക്രമണം അവസാനിപ്പിക്കുക എന്ന പ്രഖ്യാപിത ലക്ഷ്യം കൈവരിക്കുന്നതുവരെ അതിശക്തമായ ശക്തി പ്രയോഗിക്കുമെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആവർത്തിച്ച് പ്രതിജ്ഞയെടുക്കുകയും ചെയ്തിട്ടുണ്ട്. 3 ആഴ്ചയ്ക്കുള്ളിൽ അമേരിക്കൻ സൈന്യത്തിന്റെ ഹൂതികൾക്കെതിരെയുള്ള പ്രവർത്തനങ്ങൾക്ക് ഏകദേശം $1 ബില്യൺ ചെലവാകുമെന്നാണ് അടുത്തിടെ പുറത്തിറങ്ങിയ ഒരു റിപ്പോർട്ട് വ്യക്തമാക്കുന്നത്. അമേരിക്ക ഇതിനായി വൻ തുകകൾ ചെലവഴിച്ചിട്ടും ഹൂതികൾക്കെതിരെ നടത്തുന്ന ആക്രമണങ്ങൾ വേണ്ടത്ര ഫലം കാണുന്നില്ലെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ട്. ഇതോടെ അമേരിക്കൻ തന്ത്രത്തിന്റെ പാളിച്ചകളെയും വീഴ്ചകളെയും ചൂണ്ടിക്കാണിച്ച് വിവിധ തലങ്ങളിൽ നിന്ന് ചോദ്യങ്ങൾ ഉയർന്നു കഴിഞ്ഞു. എന്നാൽ ട്രംപ് ഭരണകൂട ഉദ്യോഗസ്ഥർ സൈനിക നടപടി ഫലപ്രദമാണെന്ന് വാദിക്കുന്നു. നിരവധി ഹൂതി നേതാക്കളെ കൊലപ്പെടുത്തിയത് വിജയത്തിന്റെ തെളിവാണെന്ന് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് മൈക്ക് വാൾസ് അടുത്തിടെ പറയുകയും ചെയ്തു. വിശകലന വിദഗ്ധരുടെ കണക്കനുസരിച്ച് 80ഓളം ഹൂതി സൈനിക ഉദ്യോഗസ്ഥർ കൊല്ലപ്പെട്ടിട്ടുണ്ടാകാമെന്നാണ്. എന്നിരുന്നാലും ഇത്രയും നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടും ഹൂതികളുടെ മുതിർന്ന നേതൃത്വം വലിയ തോതിൽ സുരക്ഷിതമാണെന്ന് തന്നെ പറയാം. മാർച്ച് പകുതി മുതൽ ഹൂതികൾ ഇസ്രായേലിനെതിരെ ബാലിസ്റ്റിക് മിസൈലുകളും അമേരിക്കൻ നാവികസേനയുടെ കപ്പലുകൾക്ക് നേരെ ഡ്രോണുകളും മിസൈലുകളും ഉപയോഗിച്ചുള്ള ആക്രമണം തുടരുകയാണ്. എന്നിരുന്നാലും വ്യോമാക്രമണങ്ങൾ കൊണ്ട് മാത്രം തന്ത്രപരമായ ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ കഴിയുമെന്ന് അമേരിക്കയ്ക്ക് വിശ്വാസമില്ലെന്നാണ് ചില കേന്ദ്രങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വിവരം. ഹൂതികൾ ലോകത്തിലെ 1-ാം നമ്പർ സൈന്യമുള്ള അമേരിക്കയുമായി യുദ്ധത്തിൽ ഏർപ്പെടാൻ ശീലിച്ചിരിക്കുന്നു എന്ന് അമേരിക്കയിലെ ഉന്നത ഉദ്യോഗസ്ഥർ തന്നെ സമ്മതിക്കുന്ന കാര്യമാണ്. ഹൂതികൾ യഥാർത്ഥത്തിൽ വടക്കൻ യമനിൽ നിന്നുള്ള വളരെ ശക്തരായ ഗോത്ര പോരാളികളാണ്. ആക്രമണങ്ങൾ ഹൂതികളുടെ ദൃഢനിശ്ചയത്തെ ദുർബലപ്പെടുത്തുന്നതിന് പകരം അവരെ ധൈര്യപ്പെടുത്തുന്നതായി തോന്നുന്നുവെന്ന് യമനിലെ നയതന്ത്രജ്ഞർ ചൂണ്ടിക്കാണിക്കുന്നു. അതിനിടെ വിദേശ രാജ്യങ്ങളുടെ സമ്മർദ്ദത്തിന് ഇറാൻ വഴങ്ങില്ലെന്നും ഏത് തരത്തിലുള്ള ആക്രമണത്തിനും മറുപടി നൽകാൻ തയ്യാറാണെന്നും തുറന്നടിച്ചിരിക്കുകയാണ് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിന്റെ ചീഫ് കമാൻഡർ മേജർ ജനറൽ ഹൊസൈൻ സലാമി. മുതിർന്ന IRGC കമാൻഡർമാരുമായുള്ള ഒരു കൂടിക്കാഴ്ചയിൽ സംസാരിക്കവേ ഇറാൻ ഒരു യുദ്ധത്തെക്കുറിച്ച് ഒട്ടും ആശങ്കപ്പെടുന്നില്ല എന്നും തങ്ങളൊരു യുദ്ധത്തിന് തുടക്കമിടില്ല, പക്ഷേ ഏത് യുദ്ധത്തിനും തയ്യാറാണെന്നും സലാമി പറഞ്ഞു. ഏതൊരു എതിരാളിയെയും മറികടക്കാനും അവരുടെ പ്രവർത്തനങ്ങളെ ചെറുക്കാനും സൈനിക ആക്രമണങ്ങൾ നേരിട്ട് നടത്താനും ഇറാൻ തന്ത്രങ്ങൾ വികസിപ്പിച്ചെടുത്തിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. എന്നാൽ ശത്രുവിന്റെ മുന്നിൽ നിന്ന് ഞങ്ങൾ ഒരു ചുവട് പോലും പിന്നോട്ടു പോകില്ല എന്നും സലാമി മറുപടി നൽകി. 2024 ഏപ്രിലിൽ സിറിയയിലെ ഇറാൻ കോൺസുലേറ്റിന് നേരെയുണ്ടായ ഇസ്രയേലി ആക്രമണത്തിൽ നിരവധി മുതിർന്ന ഇറാനിയൻ സൈനിക ഉദ്യോഗസ്ഥർ കൊല്ലപ്പെട്ടിരുന്നു. ഇത് മിഡിൽ ഈസ്റ്റിൽ ഒരു ആഗോള ഏറ്റുമുട്ടലിന് തുടക്കം കുറിച്ചുവെന്നും അദ്ദേഹം പറഞ്ഞു. അതിന് ഇറാൻ നൽകിയ മറുപടി നൂറുകണക്കിന് മിസൈലുകളും ഡ്രോണുകളും ഉൾപ്പെട്ടതായിരുന്നു. ഞങ്ങളുടെ മിസൈലുകൾ അവരുടെ സുരക്ഷാ മിഥ്യാധാരണകളിലേക്ക് തുളച്ചു കയറിയെന്നും ഇസ്രയേലിന് കൊടുത്ത ഒരു മറുപടിയായിരുന്നു അതെന്നും അദ്ദേഹം ഓർമ്മപ്പെടുത്തി. ഇറാന്റെ സൈനിക കഴിവുകൾക്ക് മുന്നിൽ ഇസ്രയേൽ ഇപ്പോഴും ദുർബലമാണെന്ന് സലാമി ചൂണ്ടിക്കാട്ടി. ഈ ശത്രുവിനെ മറികടക്കാനുള്ള അറിവും സൂത്രവാക്യങ്ങളും ഞങ്ങൾക്കുണ്ടെന്നതിൽ സംശയമൊന്നുമില്ലെന്നും അദ്ദേഹം പറഞ്ഞു. അമേരിക്കയും ഇറാനും തമ്മിലുള്ള സംഘർഷം രൂക്ഷമാകുന്നതിനിടയിലാണ് ജനറലിന്റെ ഈ പരാമർശങ്ങൾ കൂടി പുറത്തുവരുന്നത് എന്നത് ശ്രദ്ധേയമാണ്. മാർച്ച് അവസാനം ഇറാൻ ആണവായുധം നേടുന്നത് തടയാൻ അമേരിക്ക നടപടിയെടുക്കുമെന്ന് അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ പറഞ്ഞിരുന്നു. അതുമാത്രമല്ല, ഇസ്രയേലിനെ പ്രീണിപ്പിക്കുന്നതിലൂടെ യൂറോപ്പ് ചരിത്രത്തിന്റെ തെറ്റായ വശത്ത് നിൽക്കുകയാണെന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഇസ്മായിൽ ബഗായി യൂറോപ്പിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് പറയുകയുണ്ടായി. ഇസ്രായേൽ ഭരണകൂടത്തിന്റെ ക്രിമിനൽ പ്രധാനമന്ത്രിയായ ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി പുറപ്പെടുവിച്ച അറസ്റ്റ് വാറന്റ് അവഗണിച്ചുകൊണ്ട് യൂറോപ്പ് നിയമവാഴ്ചയെ അവഗണിക്കുകയാണെന്നും അദ്ദേഹം എടുത്തു പറഞ്ഞു. ഇസ്രായേൽ തന്നെ അമേരിക്കയുടെ ആശ്രിതത്വത്തിലാണ് ഇപ്പോൾ ഈ ധൈര്യം കാണിക്കുന്നത്. കൃത്യമായി ലഭിക്കുന്ന ആയുധ സേവനങ്ങളും സംഘർഷം വ്യാപിപ്പിക്കാനുള്ള ട്രംപിന്റെ ഉപദേശങ്ങളുമെല്ലാമാണ് നെതന്യാഹുവിന്റെ ധൈര്യം. എന്നിട്ടും ഈ ഇസ്രയേലിനെ പ്രീതിപ്പെടുത്തി ന്യായത്തെ അന്യായമാക്കുന്ന പാശ്ചാത്യ രാജ്യങ്ങളുടെ നിലപാട് നിയമവ്യവസ്ഥയോട് കാണിക്കുന്ന അവഗണനയാണെന്നത് വ്യക്തമാണ്. അതിനിടയിൽ അമേരിക്കൻ സൈനിക താവളങ്ങൾ വഹിക്കുന്ന അയൽരാജ്യങ്ങൾക്കും ഇറാൻ മുന്നറിയിപ്പ് നൽകി. അമേരിക്കൻ സേനയെ അവരുടെ വ്യോമാതിർത്തിയോ പ്രദേശമോ ഉപയോഗിക്കാൻ അനുവദിക്കുന്നത് ശത്രുതാപരമായ പ്രവൃത്തിയായി കണക്കാക്കുമെന്ന് ഇറാഖ്, കുവൈറ്റ്, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്,
ഖത്തർ, തുർക്കി, ബഹ്റൈൻ എന്നിവർക്ക് ഇറാൻ മുന്നറിയിപ്പ് നോട്ടീസ് അയച്ചിട്ടുണ്ടെന്ന് റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തു. ഇത്തരമൊരു പ്രവൃത്തി അവർക്ക് ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നും ഒരു ഇറാനിയൻ ഉദ്യോഗസ്ഥൻ പറഞ്ഞതായി റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതേസമയം ഏപ്രിൽ 5-ന് ഇസ്രായേൽ സൈന്യം ഗാസ സ്ട്രിപ്പിലേക്കുള്ള ജലവിതരണം തടസ്സപ്പെടുത്തിയതോടെ പ്രദേശത്തെ മൊത്തം ജലവിതരണത്തിന്റെ 70% വിച്ഛേദിക്കപ്പെട്ടതായി ഗാസ മുനിസിപ്പാലിറ്റി അറിയിക്കുകയും പൂർണ്ണമായ ഒരു പ്രതിസന്ധി ഉണ്ടാകുമെന്ന് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു. ഇസ്രായേലി കമ്പനിയായ മെക്കോറോട്ടിൽ നിന്ന് ഗാസ മുനമ്പിലേക്കുള്ള ജലവിതരണം ഇസ്രായേൽ സൈന്യം തടസ്സപ്പെടുത്തിയതായി ഗാസ മുനിസിപ്പാലിറ്റി വക്താവ് ഹോസ്നി മെഹന്നയാണ് അറിയിച്ചത്. ഇത് കിഴക്കൻ ഗാസ നഗരത്തിലെ ഷുജയിലേക്കുള്ള പ്രധാന പൈപ്പ് ലൈനിനെയാണ് ബാധിച്ചത്. ഏപ്രിൽ 3 മുതൽ ഇസ്രായേൽ സൈന്യം അവിടെ സൈനിക ആക്രമണം നടത്തിവരികയാണ്. ജലവിതരണം മുടങ്ങിയത് നേരിട്ടുള്ള സൈനിക നടപടി മൂലമോ അല്ലെങ്കിൽ ഇസ്രായേൽ അധികൃതരുടെ മനഃപൂർവ്വമായ രാഷ്ട്രീയ തീരുമാനത്തിന്റെ ഫലമോ ആയിരിക്കാമെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. കാരണം എന്തു തന്നെയായാലും മെക്കോറോട്ടിൽ നിന്നുള്ള ജലവിതരണം ഉടൻ പുനഃസ്ഥാപിച്ചില്ലെങ്കിൽ ഗാസ ഒരു സമ്പൂർണ്ണ ജലപ്രതിസന്ധി നേരിടേണ്ടി വരും. മെഹന്ന മുന്നറിയിപ്പ് നൽകി. വർഷങ്ങളായി തുടരുന്ന ഉപരോധം, അടിസ്ഥാന സൗകര്യങ്ങളുടെ തകർച്ച, ഇസ്രായേൽ അധിനിവേശം മൂലമുണ്ടായ ഭൂഗർഭജല മലിനീകരണം എന്നിവ കാരണം ശുദ്ധജലത്തിന്റെ ദീർഘകാല ക്ഷാമം നേരിടുന്ന ഗാസ മുനമ്പിൽ മാനുഷിക സാഹചര്യങ്ങൾ വഷളായിക്കൊണ്ടിരിക്കുന്നതിനാൽ വ്യാപകമായ നിർജ്ജലീകരണ ഭീഷണിയും നേരിടുന്നുണ്ട്. 18 മാസത്തെ വംശഹത്യയെ തുടർന്നുണ്ടായ ഭയാനകമായ സാഹചര്യത്തിനിടയിൽ ഗാസ മുനമ്പ് കടുത്ത ശുദ്ധജലക്ഷാമം മൂലം വ്യാപകമായ നിർജ്ജലീകരണ ഭീഷണി നേരിടുന്നു. ഇസ്രായേലി അധിനിവേശം മൂലമുണ്ടായ വർഷങ്ങളായി തുടരുന്ന ഉപരോധം, അടിസ്ഥാന സൗകര്യങ്ങളുടെ തകർച്ച, ഭൂഗർഭജല മലിനീകരണം എന്നിവ ഗാസയിലെ ജലസ്രോതസ്സുകളെ നിരന്തരം തളർത്തിക്കൊണ്ടിരിക്കുന്നു. ഇത് പൊതുജനാരോഗ്യത്തിനുള്ള അപകട സാധ്യതകൾ വർദ്ധിപ്പിക്കുകയാണ്. കഴിഞ്ഞ മാസം മധ്യഗാസയിലെ പ്രധാന ഡീസലൈനേഷൻ പ്ലാന്റിലേക്കുള്ള പരിമിതമായ വൈദ്യുതി വിതരണം ഇസ്രായേൽ വിച്ഛേദിച്ചിരുന്നു. ദിവസങ്ങൾക്ക് ശേഷം ഇന്ധനക്ഷാമം കാരണം സ്ട്രിപ്പിലെ രണ്ടാമത്തെ വലിയ പ്ലാന്റ് കൂടി അടച്ചുപൂട്ടേണ്ടി വന്നു. 2023 ഒക്ടോബർ 7 മുതൽ ഇസ്രായേൽ ഗാസ മുനമ്പിലുടനീളം 719 ജലക്കിണറുകൾ നശിപ്പിക്കുകയും അവയുടെ ഉപയോഗം നിർത്തലാക്കുകയും ചെയ്തതായി ഗാസയിലെ ഗവൺമെന്റ് മീഡിയ ഓഫീസ് അറിയിച്ചു.